ഹലോ. അപ്പം കുറേ ദിവസമായി ഞാനൊക്കെ ഒരുമിച്ചിട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ അറിയാലോ, ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റിയൊരവസ്ഥയേ ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഹെമറ്റോളജിയിൽ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഡോക്ടർ ഇതുവരെ എത്തിയിട്ടില്ല, നല്ല ഡിലേ ആവുമെന്ന് പറഞ്ഞു. അപ്പം വിചാരിച്ചു നമ്മൾ രണ്ടാളും കൂടി ഒരു വീഡിയോ ചെയ്യാം. അപ്പം ഫസ്റ്റ് തന്നെ എനിക്ക് കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. OLX വീട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഇങ്ങനെ എൻക്വയറി ചെയ്തിട്ട് കുറേ ആൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിരിക്കുന്നു. അപ്പം അതിനെക്കുറിച്ചിട്ട് കുറച്ച് കൂടുതലായിട്ട് ഞാൻ ഇന്ന് പറഞ്ഞുതരാം. പിന്നെ ബാക്കി കുറച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുതരാം. അപ്പം ഫസ്റ്റ് നമ്മൾ ഈ CMCയിൽ 2 CMC ഉണ്ടല്ലോ, ഒന്ന് റാണിപ്പെട്ടിലും ഒന്ന് വെല്ലൂരും. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരുന്നത്. CMC വെല്ലൂരും അതേപോലെ CMC റാണിപ്പെട്ടും നമ്മൾ ഏകദേശം 12 കിലോമീറ്റർ ഡിഫറൻസ് ആണുള്ളത്. പക്ഷെ ബൈ കാറിലൊക്കെ പോവുകയാണെങ്കിൽ, ഈ വണ്ടിയുള്ള ആൾക്കാരാണെങ്കിൽ സ്ട്രെയിറ്റ് റോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ദൂരമായിട്ടൊന്നും തോന്നില്ല. കറക്റ്റ് ഒരു 12-13 മിനിറ്റ് കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ എത്താൻ വേണ്ടി പറ്റും. മീൻസ് വെല്ലൂർ CMCന്ന് റാണിപ്പെട്ട് CMCയിലേക്ക്. അപ്പം അധികം ആൾക്കാരും പെട്ടെന്ന് ഇവിടെ വരുന്ന സമയത്ത് തന്നെ ഇവിടെ കുറേ ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ തന്നെ ചോദിക്കും, നിങ്ങൾക്ക് റൂം വേണോ, വീട് വേണോ എന്നൊക്കെ. അപ്പോൾ അവർ പറയുന്ന റൂമൊക്കെ ഏകദേശം 15,000 തൊട്ട് 25,000, 30,000 ഒക്കെ വരുന്ന റൂംസാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസിൽ വരുന്ന റൂമുകളാണ്. എല്ലാ അമ്യൂണിറ്റീസും വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് പെട്ടെന്ന് വരുമ്പോൾ ഇവിടെ വലിയ പരിചയമൊന്നും ഇല്ലെങ്കിൽ ഇവിടെ വന്നപാട് നമ്മളെ അവസ്ഥ ഇതായിരുന്നു. കാരണം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ അങ്ങനെ വിട്ടു വന്നപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ തിരിച്ച് നാട്ടിൽ പോയാൽ മതിയേ എന്നുള്ളൊരു അവസ്ഥയിലാണ് വന്നത്. അപ്പം ഫസ്റ്റ് തന്നെ ഇവരിങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കൂടുതൽ ഇനിയിപ്പോൾ പോയി നോക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വേഗം ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് പറയും. അപ്പോൾ അവർ നമുക്ക് തരുന്ന റൂം 15,000, 20,000 ആ ഒരു ബഡ്ജറ്റിലായിരിക്കും. ഫസ്റ്റത്തെ മന്തൊക്കെ നമുക്ക് 15,000 ഒക്കെ കൊടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ടെസ്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ 15,000, 20,000 ഒക്കെ നമുക്ക് ഒരു രീതിയിലും കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാവും. ഇത് മാത്രം പോരാ, കൂടാതെ ഇതിൻ്റെ കൂടെ നമ്മൾ ഡെപ്പോസിറ്റും കൂടി കൊടുക്കണം. അതൊരു 50,000 ആയിരിക്കും, അല്ലെങ്കിൽ 1,00,000 രൂപയായിരിക്കും. അപ്പം അങ്ങനെ ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് ഈ OLX ആപ്പിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഈ OLX ആപ്പിനെ കുറിച്ച് അറിയുന്നത്, ഞാൻ ഈ നാട്ടിലുള്ള സമയത്ത് തന്നെ റെന്റിനൊക്കെ എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ OLX കിട്ടും. അതേപോലെ വാടകയ്ക്ക് വീടൊക്കെ വേണമെങ്കിലൊക്കെ OLX നമുക്ക് കിട്ടും. പറയുന്നത് കേട്ട് കഴിഞ്ഞാല് ഇവൾക്ക് OLX പൈസ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. 1 രൂപ പോലും കിട്ടുന്നുണ്ട് OLX നിന്നൊന്നും. ഇവളാണെങ്കിൽ പറയുന്ന കാര്യം സത്യമാണ്. നമുക്ക് ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ OLX തപ്പിക്കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നടക്കും. പിന്നെ OLX തന്നെ ഒരുപാട് ബ്രോക്കർമാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ 1 മാസത്തെ വാടക, ഇപ്പം വീടാ നോക്കുന്നെങ്കിൽ 1 മാസത്തെ വാടക അവർ മേടിക്കും. അങ്ങനെ വേണ്ട, നമുക്ക് ഡയറക്റ്റ് ഓണേഴ്സ് ഇട്ടേക്കും. അങ്ങനെയുള്ള ആഡ് മാത്രം നോക്കി നമ്മൾ കണ്ടുപിടിച്ച് ചെയ്താൽ മതി. ഞാനതാ ഉദ്ദേശിച്ചത്. ഞാൻ OLX പ്രൊമോട്ട് ചെയ്തൊന്നല്ല. പക്ഷെ നമുക്ക് ഇപ്പം നമ്മൾ അതിനകത്തൊരു ആഡ് ഇടണമെങ്കിൽ നമ്മൾ ചില ആഡുകൾക്ക് പൈസ കൊടുക്കണം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 3 വീട് നമ്മൾ ടോട്ടൽ OLX കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം 3 വീട് കണ്ടതിൽ ബെറ്റർ ആയിട്ട് തോന്നിയ വീട്ടിലേക്കാണ് മാറിയത്. പിന്നെ ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ OLX പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. CMC ആരും വരാതിരിക്കട്ടെ, CMCയിലൊക്കെ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവാണ്ടിരിക്കട്ടെ. കാര്യം CMCയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ വന്നു കഴിഞ്ഞാൽ അതുപോലെ ബുദ്ധിമുട്ട്. നമ്മുടെ നാടും വീടും മക്കളും എല്ലാവരെയും വിട്ടിട്ട് നമ്മൾ വന്നിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ പ്രയാസങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കാണ്ട് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടൊന്നും അറിയുന്നില്ല. അതാണ് സത്യം. ഫുഡിന്റെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞാൻ എപ്പോഴും പോകുന്ന 2 സ്ഥലം, ഒന്ന് ഒരു അനുഗ്രഹം എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, പിന്നെ DMartലാണ് കേട്ടോ. അപ്പം DMartൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഈ പ്രോഡക്ട്സ് ഒക്കെ കിട്ടും. നമുക്ക് ആവശ്യമുള്ള വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസും കിട്ടും. പക്ഷെ വെജിറ്റബിൾസും കാര്യങ്ങളൊന്നും കിട്ടില്ല. ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. പിന്നെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ് അവിടെ ഉള്ളത്. CMCന്ന് ഏകദേശം 1-2 കിലോമീറ്ററേ ഉള്ളൂ. മീൻസ് റാണിപ്പെട്ട് CMCന്ന് 1-2 കിലോമീറ്ററേ ഉള്ളൂ DMartലേക്ക്. അല്ലാണ്ട് നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് നല്ല ദൂരമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മലയാളീസൊക്കെ കുറേ ആൾക്കാർ വരുമ്പോൾ അവരൊക്കെ അങ്ങനെ നമ്മളിങ്ങനെ
കാണുന്ന ആൾക്കാരൊക്കെ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം, നമ്മളെ നാട്ടില് ഇതേപോലെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നെങ്കിൽ, നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉള്ള ഇതേപോലെയുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളെ നാടും മക്കളെയും വീടും എല്ലാം മിസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യം വരില്ല. ഇപ്പം നമുക്ക് ക്യാൻസർ സെന്റേഴ്സ് ഒക്കെ ഉണ്ട്, മെഡിക്കൽ കോളേജ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ നാട്ടിലുള്ളപ്പം പോലും കേൾക്കാത്ത ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. നമ്മളെ ഓരോ ഓർഗൻസിനും ഓരോ അസുഖത്തിനും ഇൻഡിവിജ്വൽ ആയിട്ട് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. പിന്നെ ഈ നാട്ടിൽ കാണിക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കുന്ന അത്രയും വലിയ പ്രൈസ് ഒന്നും അവർ മേടിക്കുന്നില്ല, അത്രത്തോളം ഒന്നും ഇല്ല. എന്നാലും പൈസ ഉണ്ട്, പൈസ ഇല്ലെന്നല്ല. കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നു, മെഡിക്കൽ കോളേജ് അല്ലേ, അവിടെ ഫ്രീ അല്ലേ എന്നൊക്കെ. മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജാണ്, മീൻസ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജാണ്, ഗവൺമെന്റിന്റെ അല്ല. അപ്പോൾ ഇവിടെ എല്ലാത്തിനും കോസ്റ്റ് ഉണ്ട്. നമ്മളെ നാട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ ഫസ്റ്റ് ഇപ്പോൾ 200 രൂപ ഫീസ് ആണെങ്കിൽ ആ 200 രൂപ അടുത്ത 7 ദിവസത്തേക്ക് നമ്മൾ ഡോക്ടറെ കാണണമെങ്കിൽ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ നമ്മളിപ്പോൾ 150 രൂപയാണ് നോർമൽ ഡോക്ടറെ കാണുന്നത്, വെച്ചാൽ ജനറൽ ഡോക്ടറാണ്, സീനിയർ അല്ല കേട്ടോ. അപ്പം സീനിയർ അല്ലാത്ത നോർമൽ ഡോക്ടറെ തന്നെ കാണിക്കുമ്പോൾ നമ്മൾ അതിപ്പോൾ പിറ്റേ ദിവസം അപ്പോയിന്റ്മെന്റ് ആണെങ്കിലും പിന്നെയും റിപ്പീറ്റ് പേയ്മെന്റ് കൊടുക്കണം. എന്നുവെച്ചാൽ എല്ലാ അപ്പോയിന്റ്മെന്റ്സിനും ഏത് ദിവസം കാണിക്കണമെങ്കിലും നമ്മൾ അതേ പൈസ അവർക്ക് ഡെയിലി അപ്പോയിന്റ്മെന്റിന് കൊടുക്കണം. അല്ല, നാട്ടിലെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ 150 രൂപയേ ഉള്ളൂ ഒരു ദിവസത്തെ അപ്പോയിന്റ്മെന്റ്. പിന്നെ ഇവര് അറിയുന്നില്ലല്ലോ ഒരു രോഗി ഇന്നും വരും നാളെ വരും മറ്റന്നാൾ വരും, അങ്ങനെയൊന്നും ഇവര് ചിന്തിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അവര് ആ ഒരു കാര്യത്തെ കുറിച്ച് തിങ്ക് ചെയ്യാത്തായിരിക്കും. ഒരു പക്ഷെ മാറ്റങ്ങൾ വരും, ഇവിടെ തന്നെ മാറ്റം. ഇതിപ്പോ ഞാൻ പുതിയതായിട്ട് തുടങ്ങിയ സംഭവമാണ്, 1.5 വർഷം ആവുന്നുള്ളൂ. അത് അവിടുന്ന് തന്നെ ഇപ്പൊ പഴയ വെല്ലൂരിന്ന് എല്ലാ സിസ്റ്റവും ഇങ്ങോട്ട് മാറ്റാൻ അവര് ശ്രമിക്കുന്നുണ്ട്. ബിൽഡിങ്ങും പുതിയ ബിൽഡിംഗ് ഒക്കെ ഇവിടെ പണിയുന്നൊക്കെ കുറെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പഴയ CMC-ന്ന് ഇങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്. ന്യൂറോന്റെ ഒക്കെ ഇങ്ങോട്ടേക്ക് മാറിയതാന്ന് തോന്നുന്നു പഴയ CMC-ന്ന്. എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ അസുഖം കണ്ടുപിടിക്കാൻ ഭയങ്കര പാടുള്ള ഒരു അവസ്ഥയാണ്. അപ്പം കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ ഉള്ളൊരു മാർഗം ബോൺ മാരോ ആസ്പിരേഷൻ ആണ്. ഇത് കണ്ടീഷനിൽ എന്തായാലും ചെയ്യാൻ പറ്റുകയില്ല. ഓൾറെഡി ഒരു USG ഗൈഡഡ് ബയോപ്സി കീഹോള് ചെയ്തത് തന്നെ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് ഞാൻ എങ്ങനെ പുറത്ത് വന്നിന്നുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഹോസ്പിറ്റലിൽ. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇന്ന് എന്റെ മോള് ഇതല്ലാതെ വേറൊരു കഥ പറഞ്ഞു. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒന്ന് കളർ ചെയ്തായിരുന്നു. ചില ആൾക്കാർക്കൊക്കെ ഉള്ള ഡൗട്ട് ആയിരിക്കും, ഇത്ര ദിവസം വരെ താടി ഭയങ്കര വെളുപ്പായിരുന്നില്ല, ഇപ്പൊ എങ്ങനെ കറുപ്പായതെന്ന്. അത് ഞാൻ ഡൈ ചെയ്ത് കൊടുത്താണ് കേട്ടോ. അപ്പൊ ആ ഡൈ ചെയ്ത് കൊടുത്ത എന്റെ സ്റ്റോറി ഞാൻ പറയാം. നമ്മൾ രണ്ടാളും കൂടിയിട്ട് ഒരു ദിവസം ഒരാളെ കാണാൻ പോയി. നമ്മൾ രണ്ടാളും ഇങ്ങനെ ഇരുന്ന് ആളിങ്ങനെ എൻ്റർ ചെയ്ത് വന്നപ്പം ചോദിച്ചു, ഇക്കാനെ കണ്ടിട്ട് ഉപ്പയാണോ, എന്റെ ഉപ്പയാണോ ചോദിച്ചു. ഭയങ്കര സന്തോഷം അത് കേട്ടപ്പോ. എന്റെ പൊന്നെ, എവിടെ നിന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു ആ പറച്ചില്. അവിടെ നിന്ന് ചിരി പൊട്ടിയിട്ടാണെങ്കിൽ ചിരിക്കാനും വയ്യ, ചിരിക്കാണ്ടിരിക്കാനും വയ്യ അവസ്ഥ. ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. മീൻസ് ഒരിക്കലും അങ്ങനെ ചോദിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. ബ്രദറാണെന്നൊക്കെ ചോദിക്കുമായിരിക്കും, പക്ഷെ ഉപ്പയാണോ എന്നൊക്കെ എനിക്കുള്ള സങ്കടമായിരുന്നു. ബ്രദറാണെന്ന് ചോദിച്ചിരുന്നെങ്കിലും സമാധാനം ഉണ്ടായേനെ. അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ ചിരിയൊക്കെ അടക്കി പിടിച്ച. അപ്പൊ പിന്നെ ഓരോ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു 10 മിനിറ്റ് ഇപ്പൊ വരാന്നും പറഞ്ഞിട്ട് ആളങ്ങ് ഇറങ്ങിപ്പോയിട്ടോ. ഇക്കെ ഞാനപ്പോ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പിന്നെ കുറെ ചിരിച്ച് വീണ്ടും ഹോസ്പിറ്റലിൽ കേട്ടേണ്ടി വരും. ഇല്ല, ആ ചിരിയില് എന്റെ ശ്വാസമൊക്കെ ഒന്ന് ഓക്കെയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വന്ന് ഇതന്നെ റിപ്പീറ്റ്. അപ്പം ഫാദർ അല്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഇക്കാന്റെ താടി നോക്കിയിരിക്കലായിരുന്നു. എന്നാലും എങ്ങനെ എന്നെ ഉപ്പാന്ന് പറഞ്ഞത്. അങ്ങനെ പിന്നെ നമ്മള് വീട്ടിലെത്തി പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ ആളെ കാണുന്നില്ല. ഒന്നാമത് ഇക്കാനോട് അങ്ങനെ ചോദിക്കാനുള്ള കാരണം, ഇക്കാക്ക് നല്ല താടി ഉണ്ടായിരുന്നല്ലോ. നല്ല താടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ആയി. മൂപ്പര വിചാരം ഞാൻ അന്നേരം പറയും താടി സെറ്റാക്കുന്നത്. അപ്പൊ മൂപ്പര വിചാരം മൂപ്പര അങ്ങനെ ഫിലിമിൽ അഭിനയിക്കാൻ വേണ്ടി പോകുന്ന ആളാണ്. അപ്പൊ ഈ അജിത്ത് എല്ലാം ഉണ്ടല്ലോ, ഫിലിം ആക്ടർ അജിത്തൊക്കെ, അപ്പൊ അവരൊക്കെ ഇങ്ങനെ വെള്ള നര ഉണ്ടല്ലോ. അജിത്ത് കേൾക്കണ്ട, ഇതൊക്കെ ഞാൻ ജസ്റ്റ് വെറുതെ പറയുന്നത്. ഇവളുടെ അടുത്തൊന്ന് പിടിച്ചിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അജിത്ത് ഇവിടെ കിടക്കുന്നത് അല്ല. അപ്പൊ എന്റെ വിചാരം അങ്ങനെയായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെ അല്ല, ഞാൻ പൊതുവെ ഇങ്ങനെ നര കാണുന്നോണ്ട് പ്രശ്നമില്ല, അല്ലെങ്കിൽ പ്രായമായെന്ന് പറയുന്നോണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും ഓളെ മുഖത്ത് നോക്കിയിട്ട് ഓളെ വാപ്പാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് അത് സഹിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണോ? അത് കേട്ടപ്പോ നമുക്ക് കയറി നല്ല പോലെ കൊണ്ട് അത് എവിടെയൊക്കെ പറഞ്ഞ് പരത്തി വിടും. ഇനി പറയാനായിട്ട് ആരുമില്ല. ഇനി അപ്പൊ നിങ്ങളും കൂടി അറിയാനുള്ളായിരുന്നു, അത് പറഞ്ഞെന്തായാലും. അങ്ങനെ പിന്നെ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോ ഇക്കാനെ കാണുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ മൂപ്പര് താടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് വന്നു.
താടി സെറ്റ് ചെയ്ത് വന്നിട്ട് ആ നരയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടേനും. അങ്ങനെ ഞാൻ മെന്നാന്ന് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ കണ്ണ് ഡൈ ഒക്കെ ചെയ്ത് കൊടുത്ത് ഒന്ന് മൊഞ്ചാക്കി എടുത്ത്. അല്ലെങ്കിൽ അവർക്ക് എന്നോട് ഭയങ്കര അസുഖമായിരിക്കും. ഞാൻ ഇടയ്ക്ക് ഫേഷ്യലൊക്കെ ചെയ്ത് കൊടുക്കലുണ്ട്. മീൻസ് നമുക്ക് ഇങ്ങനെ വീട്ടില് ഞാൻ പൊതുവെ ഗ്ലാമർ ആയതുകൊണ്ട് പിന്നെ എനിക്ക് ഫേഷ്യലിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ ആകെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നര വന്നു പോയതെന്ന ഉള്ളൊരു പ്രശ്നം. ടെൻഷൻ കൊണ്ടാ, പ്രായമായോണ്ടൊന്നല്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ സന്തോഷവും കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് ഇങ്ങനെ പോകുന്നു. നിങ്ങൾക്കും ഇത് കണക്കത്തെ സന്തോഷങ്ങളൊക്കെ. മക്കള് ഇനി 2-3 ദിവസം കൂടെ ഉണ്ടാവുള്ളൂ. മക്കള് നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. എനിക്ക് 7-ാം തീയതി വരെ അപ്പോയിന്റ്മെന്റ് ആണ്. ഇനി അങ്ങോട്ടേക്ക് ഫുൾ അപ്പോയിന്റ്മെന്റും ടെസ്റ്റും കാര്യങ്ങളും. ഇനിയിപ്പോ ഈ ബ്രസ്റ്റിൽ ലീഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അബ്ഡോമിനിലുള്ള പോലെ തന്നെ. ഇനി അതെന്തിന്റെയാണെന്ന് അറിയില്ല. അപ്പൊ അതിന്റെ ബയോപ്സി വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ട്രീറ്റ്മെന്റ് തന്നെ, ടെസ്റ്റും ട്രീറ്റ്മെന്റ് തന്നെ. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കുറച്ച് സന്തോഷങ്ങളും ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ. ഇത് കാണുന്ന പിന്നെ സ്ത്രീകളും കുട്ടികളും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അസുഖം വന്നാൽ നിങ്ങൾ പേടിക്കാണ്ട് നിങ്ങൾ അടുത്തുള്ള ഡോക്ടേഴ്സിനെ പോയി കണ്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പിന്നെയും പോയി ഡോക്ടേഴ്സിനെ കാണുക. അല്ലാണ്ട് പിന്നെ അത് വെച്ചോണ്ടിരുന്ന് മൂർച്ഛിക്കുന്നവരെ ഇതുപോലെ നിൽക്കരുത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പം ഒരു അസുഖം മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ഇങ്ങനെ മാറി വരാനുള്ള കാര്യം. നമ്മുടെ നാട്ടിൽ ഒരു ഡോക്ടറിനെ കാണുമ്പോൾ ഇന്ന അസുഖമാണെന്ന് പറഞ്ഞാൽ ആ ഗുളിക കഴിക്കലും അങ്ങനെ കണ്ടിന്യൂ ചെയ്താണ് ഈ പ്രശ്നം വരെ എത്തിയത്. പിന്നെ ക്യാൻസർ ഉള്ളത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചാന്നൊക്കെ പറയുന്നു. അപ്പം നമുക്കിതൊന്നും അറിയത്തില്ല. ഈ രോഗത്തിനെ കുറിച്ച് നമ്മൾ MBBS ഒന്നും പഠിക്കാത്തത് കൊണ്ടും അല്ലെങ്കിൽ നമുക്ക് ആർക്കും അറിയത്തില്ല. ഇപ്പൊ MBBS പഠിച്ച ഡോക്ടേഴ്സിന് പോലും ഇതൊന്നും അറിയത്തില്ല. അപ്പം രോഗങ്ങൾ വരുന്നവര് ശ്രദ്ധിക്കുക, സൂക്ഷിക്കാം. പിന്നെ എല്ലാവരോടും എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്തതുപോലെ ഇക്ക പുതിയൊരു ചാനൽ തുടങ്ങുന്നുണ്ട്. അപ്പം ഇക്കാന്റെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. ഇക്കാന്റെ ചാനലിന്റെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇതുവരെ വീഡിയോസ് ഒന്നും ഇടാൻ തുടങ്ങിയിട്ടില്ല, പക്ഷെ ഇൻഷാല്ലാ. ഓക്കെ, അപ്പം താങ്ക് യു.